ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ജ്യോതിർഗമയ ടാറ്റ് വേൾഡ്. പുതിയ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഉള്ള സ്നേഹം സത്യമാണോ, അത് നോക്കാം. അപ്പം നിങ്ങളെ അവരെത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ പലർക്കും സംശയം ഉണ്ടാവും അല്ലേ. അപ്പോൾ അത് നോക്കാം നമുക്ക്. ഓക്കെ ഡിയേഴ്സ്, ഇപ്പോൾ ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ്സും ആണ്. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ വാട്സാപ്പിൽ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയുടെ സ്നേഹം സത്യസന്ധമാണോ, അത് നിങ്ങളെ ചതിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് വിഷമിച്ച് കഴിയുന്നവർ ഒത്തിരി പേരുണ്ടാവും അല്ലേ. നമുക്ക് നോക്കാം. എംപ്രസ്, Page of Cups, Seven of Wands, Page of Pentacles, Six of Wands. കാർഡ് ഞാൻ സ്പ്രെഡ് ചെയ്യുന്നത് ഇങ്ങോട്ട് തിരിച്ചാണ്, അത് എത്ര ശ്രദ്ധിച്ചിട്ടാണ്. Seven of Swords, Nine of Cups, ഒരു കാർഡും കൂടെ എടുക്കാം. King of Wands. ഓക്കെ, ബോട്ടം കാർഡ് ഡേവിൾ, ഡീൽസ്. അപ്പോൾ അവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് വെച്ച് നോക്കാം. ബോട്ടം കാർഡ് കിട്ടിയിരിക്കുന്നത് ഇത് ഡെവിളിൻ്റെ എനർജിയാണ്. ഓക്കെ, നിങ്ങളുടെ വ്യക്തിക്ക് ഉള്ള ഇഷ്ടം സത്യസന്ധമാണോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് കിട്ടിയിരിക്കുന്നത് എംപ്രസിൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് എന്തായാലും നല്ലപോലെ സ്നേഹമുണ്ട്, സത്യസന്ധമായ സ്നേഹം തന്നെയാണ്. നിങ്ങളെന്ന് പറഞ്ഞാൽ നല്ല പവർഫുള്ളായിട്ടുള്ള, എല്ലാവരോടും നല്ല സ്നേഹവും കാരുണ്യവും ഒക്കെയുള്ള, എല്ലാവർക്കും ഒരു മതിപ്പ് തോന്നുന്ന സ്വഭാവത്തിനുടമയാണെന്നാണ്. അപ്പോൾ നിങ്ങൾ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് മെയിലാവാം ഫീമെയിലാവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ള വ്യക്തികളാണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം കലർപ്പില്ലാത്ത സ്നേഹം തന്നെയാണ്. ഇപ്പോൾ അവർക്ക് മിസ്സിങ് എനർജി ഇല്ലുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ ഒരു ഡിസ്റ്റൻസിലാണ്, അല്ലെങ്കിൽ നല്ലൊരു ടേംസിലല്ല ഇപ്പോൾ പോകുന്നതെന്നാണ് സെവൻ ഓഫ് വാൻഡ്സിൻ്റെ എനർജി പറയുന്നത്. അതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഡെവിളിൻ്റെ എനർജി വന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയ്ക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. കൂടുതലും ആ വ്യക്തി, നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവത്തിന്മേലുള്ള നിങ്ങളുടെ ഒരു ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ഇതാണ് കാരണം, മെയിനായിട്ടുള്ള കാരണം. നിങ്ങൾ പലപ്പോഴും വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ടെന്നാണ്. എന്തൊക്കെ കാര്യങ്ങളിൽ നിങ്ങൾ ഇണങ്ങും, അതുപോലെ തന്നെ പിണങ്ങും, അതായത് വാക്കുതർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ വ്യക്തിയുടെ പല ശീലങ്ങളും സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ശീലങ്ങളായിരിക്കാം.
പല രീതിയിലുള്ള സ്വഭാവമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ വ്യക്തിയിലുണ്ടെന്നാണ്. രണ്ട് സൈഡിൽ നിന്ന് ചിന്തിക്കുക. അത് ചൊല്ലി തന്നെ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അതിൻ്റെ പേരിൽ തന്നെ നിങ്ങൾ വഴക്കുണ്ടാക്കുന്നുണ്ടെന്നാണ്. അത് മാറ്റി വെച്ചാൽ പരസ്പരം നല്ല സ്നേഹമാണ്, ഫിസിക്കലി അട്രാക്ഷനുണ്ട്, അങ്ങനെ നല്ല റൊമാൻറ്റിക്കാണ്. പക്ഷേ നിങ്ങളിടയ്ക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നില്ല എന്നാണ്. അത് ഫാമിലി ആയിട്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാവാം. ഫിനാൻഷ്യലി വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ളവരല്ല നിങ്ങളെന്നാണ്. നല്ല കെയറിങ് ഒക്കെ ഉണ്ട് നിങ്ങളോട്, പരസ്പരം കെയറിങ് ഒക്കെ ഉണ്ടാവാം. പക്ഷേ ഇഷ്ടമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങളെ ചൊല്ലിയുള്ള വഴക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും പരസ്പരം മീൻസ് നിങ്ങളുടെ വ്യക്തിയിലുണ്ട് എന്നാണ്. ചിലരെ സംബന്ധിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കാത്തവരുമുണ്ട്. ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ ഇത് ഈ ഡെവിളിൻ്റെ എനർജി വന്നുകൊണ്ട് പറയാം. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ നെഗറ്റീവായിട്ട് പല കാര്യങ്ങളും അതങ്ങനെ ഉണ്ട് എന്ന് ചിന്തയിലൂടെ തന്നെ അത് അങ്ങനെ സൃഷ്ടിക്കപ്പെടും. നമ്മുടെ മനസ്സിൻ്റെ സംശയങ്ങളില്ലേ, അങ്ങനെയാണോ എന്നുള്ള ആ ഒരു ചിന്ത വന്ന് അങ്ങനെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്താഗതി കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്ലോക്കേജ് ഉണ്ടാവാം. മനസ്സ് തടയപ്പെടും. മനസ്സിൽ ബ്ലോക്കേജ് വന്നു കഴിഞ്ഞാൽ, ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകും, അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല. അപ്പോൾ അതിൽ കൂടെ ഒരുപക്ഷെ ശരിക്കുള്ള ഒരു ഡെവിൾ എനർജി ആയിരിക്കില്ല, നിങ്ങളുടെ മനസ്സ് തന്നെയായിരിക്കും നിങ്ങളുടെ ഡെവിളായിട്ട് വന്നിട്ടുണ്ടാവുക. അത് നെഗറ്റീവായിട്ടുള്ള ആ ചിന്ത മാറി നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ബന്ധം സ്മൂത്തായി പോകാൻ തുടങ്ങും. സംശയാസ്പദമായ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ മനസ്സിൻ്റെ തോന്നലുകളോ അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പോൾ അത് മാറ്റുക. തേർഡ് പാർട്ടി ആയിട്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിനെക്കുറിച്ച് അധികം ആലോചിക്കാതിരിക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ആലോചിച്ച് മുന്നോട്ട് പോകാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളോട് മാത്രമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്നാണ്. നിങ്ങളെ മാത്രമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളിലേക്കാണ് കോൺസെൻട്രേഷൻ എപ്പോഴും കൂടുതൽ. അത് നിങ്ങൾക്ക് പരസ്പരം മിസ്സിങ് എനർജി, നിങ്ങൾക്ക് പരസ്പരം മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ടാവും. അത്രമേൽ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ആ മിസ്സിങ് ഫീൽ ചെയ്യുന്നത്. നിങ്ങളിവിടെ കൂടുതൽ പേരും എന്ന് പറഞ്ഞാൽ ലേഡിയാണ് ബ്യൂട്ടിഫുള്ളാണ്, പുരുഷനാണെങ്കിൽ ഹാൻസം ആണെന്നാണ്. രണ്ടുപേരും ആ കാര്യത്തിലും കൂടെ നല്ല മാച്ചായിട്ടുള്ളവരാണ്. പുറമേയുള്ള സൗന്ദര്യത്തിലല്ല കൂടുതൽ പ്രാധാന്യം എന്നത് വേറൊരു വസ്തുത. പക്ഷെ ഇവിടെ അങ്ങനെ ബാഹ്യ സൗന്ദര്യത്തിൽ ആന്തരിക സൗന്ദര്യത്തിലും സൗന്ദര്യമുള്ളവർ തന്നെയാണ് എന്നാണ്. ഓവർ തിങ്കിങ്, സ്ട്രെസ്സ്, ടെൻഷൻ അങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങൾക്ക്. തമ്മിലുള്ള അറ്റാച്ച്മെൻറ്റ് സ്ട്രോങ് ആണ് താനും. എന്നാൽ നിങ്ങളുടെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ഓരോരോ പ്രശ്നങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത രീതികളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പരസ്പരം ഉപദേശിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നതായിരിക്കാം. എന്തായാലും നിങ്ങളുടെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് വരുന്നുണ്ടെന്നാണ്. ആ ഒരു റിലേഷൻഷിപ്പ് നല്ല സ്ട്രോങ് ആയിട്ടും സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. പേജ് ഓഫ് കപ്സിൻ്റെ എനർജി നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. മനസ്സിനെ പോസിറ്റീവ് ചിന്താഗതിയിലേക്ക് വിടുക. നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ സംഭവിക്കും. നിങ്ങൾ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ രീതിയിൽ തന്നെ, അല്ല നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, അല്ല എന്താണോ വിശ്വസിക്കുന്നത്, ആ രീതിയിലെ കാര്യങ്ങൾ സംഭവിക്കാം. എല്ലാ കാര്യങ്ങളും എവറിത്തിങ് പോസിബിളായിട്ട് വരും എന്ന് തന്നെ വിശ്വസിക്കുക. ആ രീതിയിൽ തന്നെ വരികയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു എന്നാണ് പേജ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, നിങ്ങളെ മനസ്സിലാക്കി തുടങ്ങും നിങ്ങളുടെ വ്യക്തി എന്നാണ്. പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. നല്ല ആത്മവിശ്വാസത്തോടെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ആ നിലയ്ക്ക് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് വരും. നിങ്ങളെ മനസ്സിലാക്കുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം ഒരു ധാരണയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് വരുമെന്നാണ്. ജീവിതത്തിലെ ബ്ലോക്കേജസൊക്കെ മാറി വരുന്നു എന്നാണ്. അപ്പോൾ ഇത്ര കാലം നിങ്ങൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നത്?
പ്രശ്നങ്ങളുണ്ടായിരുന്നത് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം, പോസിറ്റീവായിട്ടുള്ളൊരു മാറ്റം, പരസ്പരം മനസ്സിലാക്കി ലൈഫാണ് വലുത്. അല്ലെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉപേക്ഷിക്കാനോ മറക്കാനോ അല്ലെങ്കിൽ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നിങ്ങൾ വരണം. ആ രീതിയിൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും മാറും. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരാനാണ് ഇവിടെ. ഇല്ല, നിങ്ങളുടെ ലൈഫിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ആ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലംസൊക്കെ മാറുകയും ചെയ്യും. പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുക, ജീവിതത്തിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ പോസിറ്റീവായിട്ട് കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും, ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒരു ബ്ലോക്കേജാണ്. ജീവിതത്തിൽ എന്തായാലും പരസ്പരം മാറി നിൽക്കാനോ അല്ലെങ്കിൽ ഉപേക്ഷിക്കാനോ പരസ്പരം ഇല്ലാതെ ജീവിക്കാനോ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ പോകാൻ ശ്രമിച്ചാൽ അതൊക്കെ ഈസി ആയിട്ട് മറികടക്കാൻ പറ്റും. അത് നിങ്ങൾക്കാകുമെന്നാണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി അതാണ് പറയുന്നത്. അതായത് നിങ്ങൾ പരസ്പരം മാപ്പ് പറയുക എന്നുള്ളതാണ്. അപ്പോൾ മാപ്പ് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുണ്ടാവും. ക്ഷമിക്കുക, ക്ഷമിച്ച് മുന്നോട്ട് പോവുക, പരസ്പരം ക്ഷമിക്കാൻ തയ്യാറാകുക എന്നാണ്. അപ്പോൾ തന്നെ ലൈഫ് പുതിയൊരു തുടക്കം കുറിക്കാൻ കഴിയും. ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ ഒരു സിറ്റുവേഷനൊക്കെ മാറി നിങ്ങൾക്ക് എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെയാണുള്ളത്. ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പരസ്പരം സഹിച്ച് ക്ഷമിച്ച് ഒരു സോറി പറയേണ്ടടുത്ത് അപ്പോൾ തന്നെ സോറി പറയാം. അതൊരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ വേണം. സോറി പറയാനുള്ള കാര്യമാണെങ്കിൽ അപ്പോൾ തന്നെ സോറി പറയാം. ഇത് ഈഗോ കാരണം നമ്മൾ പറയില്ല. ക്ഷമിക്കണം എന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു വാക്കിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പം അത് പറയേണ്ടടുത്ത് പറയുക തന്നെ വേണം. രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് കൊടുത്ത് ഒരാൾക്ക് പറയാനുള്ളതിന് ചെവി കൊടുത്ത് അതിന് പ്രാധാന്യം കൊടുത്ത്, അതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഒരു ലൈഫെന്ന് പറയുമ്പം എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ടാവും. അതൊക്കെ ഇല്ലാത്തടത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ച് നോക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തെ തകരാറിലാക്കി ഇപ്പം ഒരു മാനസിക പ്രശ്നം, വിഷമം, സ്ട്രെസ്സിലൂടെയൊക്കെ കടന്നു പോകുന്നത്. ചിലർക്കൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് വരെ ഉണ്ടെന്നാണ്. നിങ്ങൾ ഒത്തൊരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടു കൂട്ടരും നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് നയൻ ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. അപ്പോൾ ആ ആഗ്രഹം നടക്കണമെങ്കിൽ നിങ്ങൾ പരസ്പരം ക്ഷമിക്കാൻ തയ്യാറാവണം. നിങ്ങളൊപ്പം കഴിഞ്ഞ ആ ഒരു നിമിഷമാണ്, ആ ഒരു ഓർമ്മയൊക്കെയാണ് നിങ്ങളുടെ വ്യക്തി കൂടുതലും കഴിച്ചു കൂട്ടുന്നതെന്നാണ്. അപ്പം അത്രയും സ്നേഹം നിങ്ങളോടുണ്ട്. വെറുതെ തെറ്റിദ്ധാരണയുടെയും സംശയത്തിൻ്റെയും പേരിൽ അകന്ന് നിൽക്കേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അങ്ങനെയുള്ളവരുടെ എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലും നിങ്ങൾ മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കാൻ നിങ്ങൾ തന്നെ മുൻകൈ എടുക്കുക. ഒരു ജീവിതമേ ഉള്ളൂ. അത് നല്ല രീതിയിൽ എല്ലാവർക്കും ഒന്നും കിട്ടുന്ന ഭാഗ്യമല്ല അത്. ലൈഫ് ബ്യൂട്ടിഫുള്ളായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളുടെ ലൈഫ് ബ്യൂട്ടിഫുള്ളാവും. അപ്പോൾ അതിന് വേണ്ട സ്റ്റെപ്പുകൾ എടുക്കുക. നിങ്ങളുടെ വിവേകവും വിവരവും കഴിവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ട്. അതുള്ള വ്യക്തികളാണിത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് പിന്നെ ഒരു ജീവിതം അങ്ങനെ നമ്മൾ ഇല്ലാതാക്കണം? അപ്പോൾ അത് ചിന്തിക്കൂ. അപ്പോൾ അതാണ് യൂണോസോൾസും പറയുന്നത്. അത് നിങ്ങൾ പരസ്പരം വേദനിപ്പിക്കുന്ന, അത് നിങ്ങളെ ചിലപ്പോൾ ആഴത്തിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ടാവാം. പൊറുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളായിരിക്കും ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടാവുക ദേഷ്യം വരുമ്പോൾ. അപ്പോൾ അതൊക്കെ നിങ്ങൾ മറക്കുക. സംസാരിച്ച് നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കുക. മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ പറഞ്ഞു തീർക്കുക എന്നാണ് ഇവിടെ യൂണോസോൾസിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടത്ര ഒരു വാല്യൂ നിങ്ങളുടെ വ്യക്തി തന്നിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളുടെ ഓപ്പോസിറ്റ് വ്യക്തിയെ ആലോചിക്കുക. അപ്പോൾ അത് അവർക്ക് കുറ്റബോധം ഉണ്ടെന്നാണ്. നിങ്ങളുടെ പറയുന്ന കാര്യങ്ങൾ പലതിനും വാല്യൂ തരേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അതിന് വേണ്ടത്ര ഇത് ഞാൻ കൊടുത്തില്ലല്ലോ, പ്രാധാന്യം കൊടുത്തില്ലല്ലോ എന്നൊക്കെ ഒരു കുറ്റബോധം ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്കുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും അനുകൂലമായ സമയമാണ്. അത് ചിന്തിക്കുക. ഇപ്പോൾ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ. നല്ലൊരു ലൈഫ് നിങ്ങൾക്കുണ്ടാവട്ടെ. ഈ റീഡിങ് കാണുന്ന പലരുടെ എനർജിയാണിത്. ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആവുമെന്നറിയില്ല. റെസനേറ്റ് ആവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ റീഡിങ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. എല്ലാവർക്കും
നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. യൂണിവേഴ്സിന് താങ്ക്സ് പറയാം. എപ്പോഴും കിട്ടിയ ഭാഗ്യങ്ങൾക്ക് നമുക്ക് എപ്പോഴും കിട്ടിയത് നമ്മൾ കാണില്ല, കിട്ടാത്തതിനെ ചൊല്ലിയായിരിക്കും എപ്പോഴും ദുഃഖിക്കുന്നത്. അപ്പോൾ കിട്ടിയതിനൊക്കെ നന്ദി പറയാം, ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് നല്ല പവറുണ്ട്. അപ്പോൾ ആ ഒരു അത് എപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. മുന്നോട്ടുള്ള ജീവിതം നല്ല രീതിയിൽ സന്തോഷകരമായിട്ട് ജീവിക്കാനാകട്ടെ. നയൻ ഓഫ് കപ്സിൻ്റെ എനർജി ആണ്, വിഷ് കം ട്രൂ ആണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് തന്നെ ലൈഫ് എത്തട്ടെ. അതിന് യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓക്കെ ഡിയേഴ്സ്, താങ്ക് യു.